ഹലോ. ഹലോ. ഞാൻ ആരാണ്? ഞാനിവിടെ എറണാകുളത്ത് നിന്നാണ് വിളിക്കണേ. ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു, ഒരു കുട്ടിയുടെ സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട്. വാക്സിനേഷന് ശേഷമാണോ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. കാരണം അവിടുത്തെ എൻ്റെ ഒരു 2-3 സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊരു സംഭവത്തിന് ശേഷമാണ് ഇങ്ങനെ പറ്റിയത് ആവാനാണ് സാധ്യത എന്ന് പറയണ്ടായി. ഈ കുട്ടിക്ക് വാക്സിൻ എടുത്തിട്ടുണ്ടോ? വാക്സിനേഷൻ രണ്ടാമത്തെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോയപ്പോ കുഞ്ഞിന് ഇങ്ങനെ ഇത് ശരീരത്തിൽ ഇങ്ങനെ ഇതായതുകൊണ്ട് എടുക്കണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആദ്യത്തെ അപ്പൊ എന്നാ എടുത്തിരുന്നേ? ആദ്യത്തെ അവര് ഫെബ്രുവരിയിൽ ഡെലിവറി കഴിഞ്ഞു. മാർച്ചിലും എടുത്തിട്ടുണ്ട്, മെയ്യിലും എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണോ ഈ പ്രശ്നം കാണിക്കുന്നത്? മാർച്ചിലെടുത്ത് മെയ്യിലെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത്. ജൂണിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലുള്ള കേസുകൾ കിട്ടിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ സിറ്റി ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവിടെയുള്ള 1-2 സ്റ്റാഫുകൾ തന്നെ പറയുന്നത് വെച്ചാല് ഇത് വാക്സിനേഷൻ ചെയ്തതിന്റെ സൈഡ് എഫക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. വാക്സിനേഷൻ എന്ന് പറയുമ്പം ഇത് മെയ്യിൽ എടുത്ത വാക്സിനേഷൻ കഴിഞ്ഞ് ജൂണിലാണ് ഇത് വന്നേക്കുന്നത്. ജൂണിൽ വന്ന് മെയ്യിൽ എടുത്തതിന്റെ സൈഡ് എഫക്റ്റ് ആണ് സംഭവം വന്നേക്കുന്നത്. നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയേക്കുന്ന ഒരുപാട് വിവരാശ രേഖകൾ കിട്ടിയിട്ടുണ്ട്. മലപ്പുറം സൈഡിൽ ഇതുപോലെ സംഭവിച്ചേക്കുന്ന ഒരുപാട് കുട്ടികളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ വിളിക്കാൻ കാരണം. അല്ല, വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എടുക്കാതിരിക്കാൻ പറ്റാത്ത വാക്സിനേഷൻസ് അല്ലേ ആദ്യത്തെ 3 മാസം. അല്ല, ഇതൊരു 1000 അത് ആയിരിക്കാം, അറിയില്ല. 1000 ഒരു 10 പേർക്ക് സൈഡ് എഫക്ട് പറ്റുന്ന ഈ വാക്സിൻ കമ്പനി വരുന്ന പറയുന്നുണ്ട്. അതിലൊരു കുട്ടിയാണ് ഇത് എന്നാണ് ഞാൻ അവിടുന്ന് അറിയില്ല. 1000 ഒരു 10 പേർക്ക് സൈഡ് എഫക്ട് പറ്റുന്ന ഈ വാക്സിൻ കമ്പനി വരുന്ന പറയുന്നുണ്ട്. അതിലൊരു കുട്ടിയാണ് ഇത്. അങ്ങനെ ഒരു പ്രതികരണം അല്ല. ഇല്ല, അത് ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു രേഖ അതിന്റെ കിട്ടില്ല. അവർ ഇങ്ങനെയുള്ള കാരണം അങ്ങനെ എഴുതി കൊടുക്കുന്നത് ജില്ലാ മെഡിക്കൽ ഓഫീസും ആരോഗ്യ വകുപ്പും കേന്ദ്ര സർക്കാരും ഡോക്ടർമാരുടെ സംഘടന IMA കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇതിപ്പോ പോഷകാഹാരക്കുറവെന്നാണ് അവർ പറയുന്നത്. അത് അങ്ങനെയാണ് പറയുള്ളൂ. ഞാൻ ഈ സെയിം കേസുമായിട്ട് ബന്ധപ്പെട്ട വേണമെങ്കിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇമേജസ് ഞാൻ ഇട്ടുതരാം. ഇതേ സെയിം പ്രശ്നം പറ്റിയിട്ട് മരിച്ച കുട്ടികൾക്ക് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു. പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഹാർട്ടിനുള്ള പ്രോബ്ലം കാരണം കൊണ്ടാണ് മരിച്ചത്. അതുപോലെ വൃക്ക കംപ്ലൈന്റ് ആയിരുന്നു. ഇങ്ങനെ റിപ്പോർട്ടുകൾ എഴുതി മാറ്റിയിട്ട് ഒറിജിനൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അല്ല തന്നിരിക്കുന്നത്. അങ്ങനെ 2-3 കേസുകൾ നമ്മൾ ഇതുപോലെ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. മെയ്ക്ക് ഈ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ മെയ്യിൽ 2ാമത്തെ BCG ആയിരിക്കും എടുക്കാൻ സാധ്യത. അതിനാണ് കൂടുതലും വരാറുള്ളത്. ഈ 2ാമത്തെ മെയ് എന്റെ സെയിം സമാനമായിട്ടുള്ള കുറെ കോപ്പികളും പരാതികളുടെ ലിസ്റ്റും കുറെ കിട്ടിയിട്ടുണ്ട്. വാക്സിനേഷൻ എടുത്തതിന്റെ വാക്സിനേഷൻ എടുത്തേക്കുന്ന മെയ്യിലാണ്, മെയ് 14.